അവിടെ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു പരീശനുണ്ടായിരുന്നു. അവൻ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ ചെന്ന്, റാബി, അങ്ങ് ഉപദേഷ്ടാവായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തെന്നാൽ ദൈവം തന്നോടുകൂടെ ഉള്ളവനല്ലാതെ മറ്റൊരുവനും അങ്ങ് പ്രവർത്തിക്കുന്ന ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, വൃദ്ധനായ ഒരു മനുഷ്യനെ എങ്ങനെ വീണ്ടും ജനിപ്പാൻ കഴിയും? അവന് രണ്ടാമതും തന്റെ മാതാവിന്റെ ഉദരത്തിൽ പ്രവേശിപ്പാനും ജനിപ്പാൻ കഴിയുമോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു, ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാകുന്നു. നിങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ ന്യായമുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ആശ്ചര്യപ്പെടേണ്ട. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടെയൊക്കെ പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആരുടെയും അവസ്ഥ പ്രകാരമാകുന്നു. നിക്കോദിമോസ് അവനോട്, ഇവ എങ്ങനെ സംഭവിക്കും ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായി അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇവ അറിയുന്നില്ലയോ? ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെ സംസാരിക്കുകയും കണ്ടതിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ഭൂമിയിലുള്ളതാ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, സ്വർഗത്തിലുള്ളതാ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ഉസ്സൈനോ ലഖുൽ ഖൂ